السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ശതാബ്ദങ്ങൾക്ക് മുൻപ് വിരചിതമായതും മുസ്ലിം സമൂഹം അതിശയകരമാം വിധം നെഞ്ചിലേറ്റിയ വിശുദ്ധ ഗ്രന്ഥമാണ് ശറഫുൽ-അനാം. ശറഫുൽ-അനാമിൻ്റെ പ്രസിദ്ധ വ്യാഖ്യാന ഗ്രന്ഥമായ ബുലൂഗുൽ മറാമിൽ ഇമാം അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൗലിദ് ഇമാം ഹരീരിയുടേതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹുവിൻ്റേതാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് ഹിക്കായത്ത് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ശറഫൽ അനാം بصاحب المقام الأعلى وكمل السعود بأكرم مولود حوى شرفا وفضلا وشرف به الآباء والجدود وملأ الوجود بجوده عدلا. حملته أمه آمنة رضي الله عنها فلم تجد لحمله ألما ولا ثقلا ووضعته صلى الله عليه وسلم مختونا مكحولا في خلع الوقار والمهابة يجلى. وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى، بنور كالشمس بل هو أضوأ وأجلى، وثغر فاق درا ولؤلؤا بل هو أعلى وأغلى، وأسرى به ليلة الإسراء وتملى، وجعل دينه على الدوام مستعليا لا مستعلى، وذكره على ممر الأيام يكرر ويتلى. أشرقت لمولده الحنادس شرقا وغربا وبعرا وسهلا، وخرت لمولده الأصنام من أعلى المجالس خضوعا وذلا، وارتجس إيوان كسرى وهو جالس فعدم القوم نطقا وعقلا، وخمدت نار فارس وتبدد ملكهم جمعا وشملا، وزخرفت الجنان ليلة مولده واطلع الحق وتجلى، ونادت الكائنات من جميع الجهات أهلا وسهلا ثم أهلا وسهلا. ഭൗതിക ലോകത്ത് പൊതുവായും പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായും ഗുണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ സമുന്നത ശ്രേഷ്ഠനായ പ്രവാചകരാൽ സകല സൃഷ്ടികളെയും ഉത്കൃഷ്ടമാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും അനുഗ്രഹവും ഔന്നിത്യവും മേളിച്ച അത്യാദരണീയരായ ഒരു സന്തതിയെ കൊണ്ടവൻ പരമസൗഭാഗ്യത്തെ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു.
ആ സന്തതിയെ കൊണ്ടവൻ അവിടുത്തെ മാതാപിതാക്കളെയും വലിയപ്പമാരെയും വലിയമ്മമാരെയും ബഹുമാനമുള്ളവരാക്കുകയും അവിടുത്തെ ഔദാര്യം കാരണമായി സകല വസ്തുക്കളിലും നീതി വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ഗർഭം ധരിച്ചു. പക്ഷേ അവിടുത്തെ വഹിക്കാൻ ഒരു ഭാരമോ പ്രയാസമോ മഹദിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ജലാകർമ്മം ചെയ്യപ്പെട്ടവരായും സുറുമ എഴുതപ്പെട്ടവരായും ഗാംഭീര്യതയുടെയും പ്രഭാവത്തിൻ്റെയും ഉടയാടയിലായിട്ടാണ് അവിടുത്തേക്ക് മഹദി ജന്മം നൽകിയത്. അതുവരെ ദർശിച്ചിട്ടില്ലാത്ത വശ്യവും മനോഹരവുമായ വദനവും സൂര്യന് തുല്യം അല്ല, അതിനേക്കാൾ സുവ്യക്തമായ പ്രഭയുമായിട്ടാണ് അവിടുന്ന് ഭൂജാതനായത്. ഇസ്രാഈലിൻ്റെ രാവിൽ അവിടുത്തെ നിശാപ്രയാണം ചെയ്യിക്കപ്പെടുകയും അള്ളാഹുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അവിടുത്തെ മതത്തെ അള്ളാഹു സാർവകാലികവും അജയ്യവുമാക്കി. അവിടുത്തെ സദാസമയവും ആവർത്തിക്കപ്പെടുകയും പാരായണം ചെയ്യിക്കപ്പെടുകയും ചെയ്യും. പശ്ചിമ പൗരസ്യ ദിക്കുകളിലും ഉയർന്ന പ്രദേശങ്ങളിലും സമതലങ്ങളിലും നിലനിന്നിരുന്ന അന്ധകാരങ്ങൾ അവിടുത്തെ ആഗമനത്തോടുകൂടെ പ്രശോഭിതമായി. സകല പ്രതിഷ്ഠകളും അവ നിലനിന്നിരുന്ന ഉന്നത സ്ഥാനങ്ങൾ അപമാനിതവും അവമതിക്കപ്പെട്ടതുമായ നിലയിൽ നിലം പതിച്ചു. കൈസർ ചക്രവർത്തി വിശ്രമം കൊണ്ടിരുന്ന കോട്ട പ്രകമ്പനം കൊള്ളുകയും ഇതു കണ്ടു നിന്ന ജനത്തിൻ്റെ നാവിറങ്ങുകയും ബുദ്ധി മരവിക്കുകയും ചെയ്തു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോവുകയും അവരുടെ ആധിപത്യം ഛിന്ന ഭിന്നമാവുകയും ചെയ്തു. അവിടുന്ന് ജനിച്ച രാവിൽ സ്വർഗലോകം അലങ്കരിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ജനങ്ങൾക്കുമേൽ വർഷിക്കുകയും അവൻ്റെ കാരുണ്യം ലോകത്തിനുമേൽ വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ സർവ്വ ദിക്കുകളിൽ നിന്നും സകല വസ്തുക്കളും വിളിച്ചു പറഞ്ഞു, സ്വാഗതം, സ്വാഗതം, വീണ്ടും സ്വാഗതം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി ബിശഹരി റബീഇൻ ഖദ് ബദാ നൂറുൽ അഅലാ ഫയാ ഹബ്ബദാ ബദ്റുൻ ബിദാകൽ ഹിമാ യുജ്ലാ അനാറത് ബിഹിൽ അക്വാൻ ശർഖൻ വമഗ്രിബാ വഅഹ്ലുസ് സമാ ഖാലൂ ലഹു മർഹബൻ അഹ്ലാ വഉൽബിസ ثوبൻ നൂരി ഇസ്സൻ വറിഫഅതൻ ഫമാ മിസ്ലുഹു ഫീ ഖിഅത്തിൽ ഹുസ്നി യുസ്തജ്ലാ വലമ്മാ റആഹുൽ ബദ്റു ഹറാ ലിഹുസ്നിഹി وشاهد منه بهجة تسلب العقل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും ഏറ്റവും നല്ല അഭിവാദ്യവും സൃഷ്ടികളിൽ ഉത്തമരും മുസ്തഫയും മുഖ്താറുമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വർഷിക്കട്ടെ. റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ മഹത്തായ ഒളിവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സുരക്ഷിത പ്രദേശമായ പവിത്ര മേഖലയിൽ പ്രത്യക്ഷപ്പെട്ട ആ പൂർണ്ണേന്ദു
എത്ര സുന്ദരം! അവിടുന്ന് ഹേതുവായി പശ്ചിമ പൂർവ്വ ദിക്കുകളിലും സമസ്ത വസ്തുക്കൾ പ്രകാശിതമാവുകയും ആകാശവാസികൾ അവിടത്തേക്ക് സ്വാഗതമുരളുകയും ചെയ്തു. പ്രതാപത്തിനും ഔന്നത്യത്തിനും വേണ്ടി അവിടുത്തെ പ്രകാശത്തിൻ്റെ ഉടയാട് അണിയിക്കപ്പെട്ടു. ആ പുടവയിൽ അവിടുത്തോട് കിടപിടിക്കുന്ന ഒരാളും തന്നെയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രോജ്വലമായ സൗന്ദര്യത്തിന് മുന്നിൽ പൂർണ്ണചന്ദ്രൻ നിഷ്പ്രഭമായി ബുദ്ധിയെ മയക്കിക്കളയുന്ന സൗന്ദര്യമാണ് പ്രവാചകരിൽ ദർശിച്ചത്. وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى يا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى سأل لا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل عليه صلاة الله محبة الصبا وما سار حاد بنياقه إلى المعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അവിടുത്തെ വദനശോഭയിൽ സൂര്യപ്രകാശം പൊലിഞ്ഞുപോയി. ആ മുഖം ഇത്ര അഴകാർന്നതാക്കിയതിൻ്റെ മഹത്വം അത്രയും അള്ളാഹുവിന് തന്നെ. അതിത്ര വശ്യമാക്കിയതിൻ്റെ മഹത്വം അത്രയും അവനു തന്നെ. തിരഞ്ഞെടുക്കപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമുഹൂർത്തമേ, അവിടുത്തോടുള്ള ഞങ്ങളുടെ അനുരാഗം നീ ഇതാ നവീകരിച്ച് തന്നിരിക്കുന്നു. സദാസമയവും ആവർത്തിക്കപ്പെടുന്ന അവിടുത്തെ അപദാന പ്രകീർത്തനമായ മൗലിദ് ഓതുന്നതിൽ അഭിമാനം കൊള്ളുക വഴി ശാശ്വത പരിഹാരവും നീ ഇതാ വ്യാപിപ്പിച്ചു തന്നിരിക്കുന്നു. അവിടുത്തെ മഹത്വം കൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കാനും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് നൽകാനും അതുവഴി അനുഗ്രഹങ്ങൾ ചൊരിയുവാനും അർശിൻ്റെ അധിപനായ അള്ളാഹുവിനോട് ഞങ്ങളിതാ അഭ്യർത്ഥിക്കുന്നു. കിഴക്കൻ കാറ്റ് അടിച്ചു വീശുമ്പോഴൊക്കെയും മാലാ ഖബർസ്ഥാനിനു നേരെ ഒട്ടകത്തെ അതിൻ്റെ യജമാനൻ പാട്ടുപാടി തളിക്കുന്ന കാലത്തൊക്കെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവിടുത്തെ മേൽ വർഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ശറഫുൽ അനാമിലുടനീളം അവിടുത്തെ പ്രകീർത്തനമാണ്. അതിലുപരി അവിടുത്തെ കൂടുതൽ അറിയാൻ നാം ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.